ഞങ്ങൾ 4 ദിവസത്തെ ഒരു ഇറ്റലി യാത്ര നടത്തി. ആദ്യത്തെ ദിവസം റോമിൽ കറങ്ങി. പിന്നെ ഞങ്ങൾ പാദുവായിലേക്ക് പോവുകയാണ്. അപ്പം പാദുവായിലേക്ക് നല്ലൊരു യാത്രയായിരുന്നു. ട്രെയിനിൽ കൂടെ പോയി പാദുവായിലെ വിശുദ്ധ അന്തോനീസ് പുണ്യാളച്ചൻ്റെ പള്ളി കാണാനും അനുഗ്രഹം പ്രാപിക്കാനുമായിട്ടാണ് ഞങ്ങൾ പോയത്. വിശുദ്ധ അന്തോനീസ് പുണ്യാളച്ചൻ്റെ അവിടെ എത്തി പള്ളിയിലേക്ക് കയറുമ്പോൾ നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷം, ശാന്തമായ സ്ഥലത്ത് അനേകം മക്കൾ വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പള്ളി, പഴയ കാലത്തെ. എന്നാൽ ആ പള്ളി നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. അന്തോനീസ് പുണ്യാളച്ചൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് എനിക്ക് തോന്നുന്നു കട്ടിലിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു തടി, അത് തടിയും കാര്യങ്ങളും പിന്നെ കുറച്ച് തിരുശേഷിപ്പുകൾ റെലിക്സ് വെച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ ആർട്ട് വർക്കുകളാണ് അതിമനോഹരമായിട്ട് തോന്നുന്നത്. അന്തോനീസ് പുണ്യാളച്ചനെ അടക്കിയിരിക്കുന്ന കബറിടം അത് ഇങ്ങനെ ജസ്റ്റ് ഇത് ഫെൻസ് പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ പള്ളിയിലേക്ക് കയറുമ്പം തന്നെ അവിടെ നമ്മുടെ അച്ഛന്മാരൊക്കെ ആണെങ്കിലും നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയുണ്ട്. ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു പള്ളിയുടെ പാതുവായിലെ ആൻ്റണീസ് പുണ്യാളച്ചൻ്റെ അടുത്ത് പോകാമെന്നുള്ള രീതിയിൽ. അവിടെ എത്തിയപ്പോൾ ദൈവം ഒരിക്കതുപോലെ ഞങ്ങൾക്കൊരു മലയാളി അച്ഛനെ അവിടെ കാണുവാനും അച്ഛനവിടെ കുമ്പസാരിക്കുകയും ഞങ്ങൾക്ക് ബ്ലെസ്സിങ് തരികയും ഒക്കെ ചെയ്തു. അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ലേറ്റായല്ലോ വന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് തന്നുകൊണ്ട് അന്തോനീസ് പുണ്യാളച്ചൻ്റെ നാവ്, അതാണല്ലോ മെയിനായിട്ടും അന്തോനീസ് പുണ്യാളച്ചൻ്റെ ആ നാവ് വെച്ചിരിക്കുന്നത്. പല്ലുണ്ട്, നാവുണ്ട്, അഴുകാതെ ഇരിക്കുന്ന ആ നാവ്. ഇതാണ് കബറിടം. ഇതാണ് ഗ്രീൻ കളറിൽ കാണുന്ന എൻ്റെ ബാഗ്. ഇത് അനേകം മക്കൾ ബാക്ക് സൈഡിൽ നിന്ന് വന്ന് ലൈനായിട്ട് വന്ന് തൊട്ട് അനുഗ്രഹം പ്രാപിച്ചു പോവുകയാണ് ആ കബറിടത്തെങ്കിൽ. അപ്പോൾ ഇനി ഇത് പള്ളിയുടെ ഒരു ഭാഗമാണ്. ഇത് അന്തോനീസ് പുണ്യാളച്ചൻ്റെ റിലിക്സ് വെച്ചിരിക്കുന്നതാണ്, തിരുശേഷിപ്പ് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഇതാണ് പല്ല്, അന്തോനീസ് പുണ്യാളച്ചൻ്റെ പല്ലാണത്. പിന്നെ അത് ഇനി വരുന്നത് ഒരു നാക്ക് കാണാം. ശരിക്കും നമുക്ക് തിരിയത്തില്ല. ഇതാണ് അന്തോനീസ് പുണ്യാളച്ചൻ്റെ നാക്ക്, അഴുകാത്ത നാക്കാണ്. ഇതാണ് ആ കബറിടം. ഈ കബറിടത്തിലിരുന്ന് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചു. അങ്ങനെ പള്ളിയിൽ വരുവാനും കാണുവാനും വെനീസിലേക്കുള്ള ആ ഒരു ട്രെയിൻ യാത്രയൊക്കെ, വെനീസിലാണ് പാദുവായിലെ വെനീസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹപ്രദമായിരുന്നു.